السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ വ്യക്തമായി പഠിക്കുകയും പ്രമാണങ്ങളോട് കൂറുപുലർത്തി തഖ്വയുടെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കുകയും ചെയ്യണം എന്ന് എന്നോട് നിങ്ങളോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിക്കുകയാണെങ്കിൽ അവർ ഹിദായത്തിലാകും. വഇൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കക്ഷിത്വത്തിലുമാകും. ഫസയക്ഫീകഹുമുല്ലാ. അവർക്ക് സംരക്ഷകനായി അല്ലാഹു മതിയാകും. വഹുവ സമീഉൽ അലീം. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്ത്. വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് അല്ലാഹുവെ മനസ്സിലാക്കുന്നിടത്തുള്ള വ്യതിയാനങ്ങളാണ് പ്രധാനമായി. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി. അല്ലാഹുവെ അവർ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കുന്നില്ല. അല്ലാഹ് കവിയും അസീസുമാണ്. പക്ഷെ അള്ളാഹുവിനെ സൃഷ്ടികളോട് ഉപമിക്കുന്നു ചിലർ അള്ളാഹുവിൻ്റെ മഹത്വമേറിയ ഗുണങ്ങളൊക്കെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് സൂഫികളും ഷിയാക്കളുമൊക്കെ അള്ളാഹുവെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ വ്യതിയാനം വന്ന് പിഴച്ചുപോയത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ മുസ്ലിം ഉമ്മത്തിൽ വ്യതിയാനമുണ്ടാകും എന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ്. 73 വിഭാഗമായി പിരിയും. അതിൽ ഒന്നൊഴികെ എല്ലാം നരകത്തിലാണ്. ഈ മുസ്ലിം ഉമ്മത്ത് പല കക്ഷികളായി പിരിയാനുള്ള ഒരു ആധാരം, അടിസ്ഥാനം അള്ളാഹുവെ മനസ്സിലാക്കുന്നിടത്തുള്ള പിഴവുകളാണ്. അള്ളാഹുവിന് വകവെച്ചു കൊടുക്കാൻ പാടില്ലാത്ത വിശേഷണങ്ങൾ വകവെച്ചു കൊടുക്കുന്നവർ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവർ, അള്ളാഹുവേയും അവന്റെ പ്രവർത്തനങ്ങളെയും സൃഷ്ടികളോടും സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളോടും ഉപമിക്കുന്നവർ, ഇങ്ങനെ പലതരത്തിലാണ് അള്ളാഹുവെക്കുറിച്ച് മനസ്സിലാക്കുന്നിടത്ത് വ്യതിയാന കക്ഷികൾ പിഴച്ചുപോയിട്ടുള്ളത്. അതിൽ ഷിയാക്കൾക്ക് സംഭവിച്ച, സൂഫികൾക്ക് സംഭവിച്ച ഗുരുതരമായ പിഴവുകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി പിഴവിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം സ്വഹാബികളെ സംബന്ധിച്ചുള്ള നിലപാടാണ്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിൽ സ്വഹാബികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്തിൽ, സ്വഹാബികളെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റെല്ലാവരും വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലാകും. യഹൂദികളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, ഇസ്ലാമിന് പുറത്തുള്ള ആരുമാകട്ടെ, അവർ ഹിദായത്തിലാകണമെങ്കിൽ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. സ്വഹാബികൾ നമുക്ക് മാതൃകയാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സ്വഹാബികളെല്ലാം കുല്ലുഹും അദൂൽ, എല്ലാവരും നീതിമാന്മാരാണ്. സ്വഹാബികൾ ഒരിക്കലും ഒരു തിന്മയിൽ ഒരുമിക്കുകയില്ല. ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ എന്റെ ചര്യയും സ്വഹാബത്തിന്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. ചില റിപ്പോർട്ടിൽ ഫഅലൈക്കും ബിമാ അറഫ്തും മിൻ സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി. എന്റെ ചര്യയും സ്വഹാബത്തിന്റെ ചര്യയും നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അത് ഉൾക്കൊള്ളണം. സ്വഹാബികൾ ആരാണ്? മഹ്ദികളും റാഷിദുകളുമാണ്. അവർ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരും മറ്റുള്ളവർക്ക് വഴി കാണിക്കുന്നവരുമാണ്. എന്നാൽ സ്വഹാബികൾ മാതൃകായോഗ്യരാണ് എന്ന് തിരിച്ചറിയാതിരിക്കുന്നത് വ്യതിയാനമാണ്.
ഈ വ്യതിയാനത്തിൽ അകപ്പെട്ട ഏറ്റവും വലിയ പിഴവിലേക്ക് സ്വഹാബികളുടെ കാലത്ത് തന്നെ പതിച്ചുപോയ ഒരു വിഭാഗമാണ് ഖവാരിജുകൾ. ഷിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരെയാണ്? ഖവാരിജുകളെയാണ്. ഖവാരിജുകൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഉണ്ടായത് 100% അതേ തരത്തിൽ തന്നെയുള്ള ഖവാരിജുകളാകണം ഈ കാലഘട്ടത്തിലുള്ളത് എന്നില്ല. എന്നാൽ ഖവാരിജുകളുടെ അടിസ്ഥാന ന്യൂനതകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കണം. അവരുടെ അടിസ്ഥാന വ്യതിയാനങ്ങൾ അതിലേതെങ്കിലും ഒന്ന് നമുക്കുണ്ടെങ്കിൽ പോലും നമ്മൾ സൂക്ഷിക്കണം. കാരണം അത് ഓരോന്നോരോന്ന് കടന്നു വന്നാൽ അവസാനം നമ്മൾ ഖവാരിജുകളായി പോകും. ഖവാരിജുകളെ കിലാബുന്നാർ, നരകത്തിലെ നായ്ക്കൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖവാരിജുകൾക്ക് സംബന്ധിച്ച വ്യതിയാനം എന്താണ്, സംഭവിച്ച വ്യതിയാനം എന്താണ്, അതാദ്യമായിട്ട് നമ്മൾ അറിയണം. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഖവാരിജുകൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച. ഇന്നുമുണ്ട് കുറെ മോഡേൺ മുസ്ലിങ്ങൾ. അവരെ ജോലി എന്താ? നേരം വെളുക്കുമ്പം അവരുടെ ചാനലുകളുമായിട്ട് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഹദീസുകളെ ചോദ്യം ചെയ്യും, സ്വഹീഹായ ഹദീസുകളെ ചോദ്യം ചെയ്യും. ബഹുഭാര്യത്വത്തെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ മറ്റുള്ള മതവിശ്വാസത്തോട് നമ്മൾ സഹകരിക്കുന്നുണ്ടോ സഹകരിക്കുന്നില്ലേ എന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിൽ വ്യക്തമായി വന്ന നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് കുറെ അഭിനവ ഖവാരിജുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവരാണ് ചിലര് ഇസ്ലാമിൽ തന്നെ പുറത്തുപോയതായിട്ട് പ്രഖ്യാപിക്കും, ചിലർ മുസ്ലിങ്ങളായിക്കൊണ്ട് തന്നെ നവമുസ്ലിങ്ങളായി അഭിനയിച്ചുകൊണ്ട് അഭിനവ മുസ്ലിങ്ങളായി നിന്നുകൊണ്ട് അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ചിലർ എക്സ് മുസ്ലിംസ് എന്ന് പറയും. യുക്തിവാദികളായിട്ട് കുറെ മുസ്ലിങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിനെ മാത്രമേ അവർ ആക്ഷേപിക്കുകയുള്ളൂ. അവർ പറയുന്നത് എല്ലാ മതങ്ങൾക്കും ഞങ്ങൾ എതിരാണ് എന്നാണ്. പക്ഷേ ഇത്തരം യുക്തിവാദികളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഏത് മതത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് വന്നവരാണെങ്കിലും എല്ലാവരും എതിർക്കുന്നത് മുസ്ലിങ്ങളെയാണ്. ഇങ്ങനെ ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പ്രഖ്യാപിക്കാതെ തന്നെ ഈ യുക്തിവാദികൾ പറയുന്ന ആശയം പറയുന്ന കുറെ മോഡേണിസ്റ്റ് മുസ്ലിങ്ങളുണ്ട്. അതിനുവേണ്ടി പല പ്രസ്ഥാനങ്ങളും ഒക്കെ അഹ്ലുൽ ഖുർആൻ പോലെ, മോഡേൺ ഏജ് സൊസൈറ്റിയെ പോലെ നമ്മുടെ നാട്ടിൽ തന്നെ ചില പ്രസ്ഥാനങ്ങൾക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അവരുടെ പ്രധാന ജോലി ഖുർആനിനെയും ഹദീസിനെയും പരിഹസിക്കുക, നിഷേധിക്കുക, ദുർവ്യാഖ്യാനിക്കുക, പുറന്തള്ളുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടന്നു വന്ന ഒരു മനുഷ്യൻ, ദുൽഖുവൈസറ എന്നാണ് അയാളുടെ പേര്. അയാളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് നബിയുടെ അരികിലേക്ക് ചില സ്വർണം, അവിടുത്തെ ചില ധനം നബിയുടെ അരികിലേക്ക് കൊടുത്തയക്കുകയുണ്ടായി. ഗവർണർ എന്നുള്ള നിലക്ക് അലി റളിയല്ലാഹു അൻഹു. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും നാട്ടിൽ നിന്ന് സക്കാത്തിന്റെ ഓഹരിയായിട്ടോ സദഖയായിട്ടോ മറ്റേതെങ്കിലും നികുതി വിഭാഗങ്ങളായിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് സ്വത്ത് എത്തിയാൽ അർഹതയുള്ള ആളുകൾക്ക് നബി അത് വീതിച്ചു കൊടുക്കും. അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ നിന്ന് വന്ന സ്വത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖറ ബിൻ ഹാബിസ്, അതേപോലെ തന്നെ ഉയൈനത്ത് ബിൻ ബദർ, അൽഖമത്ത് ബിൻ ഉലാസ, സെയ്ദ് ബിൻ ഖൈൽ അത്വായി, ഇങ്ങനെ തുടങ്ങിയ ആളുകൾക്ക് ഇങ്ങനെ വീതിച്ചു കൊടുത്തു. അങ്ങനെ വീതിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഒരാൾ, അയാൾ ആ വിഹിതം കിട്ടിയ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നക ലം തഅദിൽ, താങ്കൾ നീതി പാലിച്ചില്ല. അപ്പൊ നബിയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു പ്രവർത്തനം അത് നീതിരഹിതമാണ് എന്ന് പറഞ്ഞ് നബിയെ ചോദ്യം ചെയ്ത ഒരു വ്യക്തി. ഫസഅല റജുലുൻ മിനൽ ഖൗമി ഖത്ലഹു ഉറാഹു ഖാലിദ് ബിൻ വലീദ്, അയാളെ കൊന്നുകളയട്ടെ എന്ന് ഖാലിദ് ബിൻ വലീദ് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അയാൾ ആ നബിയുടെ അടുത്ത് വന്നിട്ട്, യാ മുഹമ്മദ് ഇത്തഖില്ലാ, മുഹമ്മദ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഇന്നക ലം തഅദിൽ, നീ നീതി കാണിച്ചില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവന്നു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ പിന്നെ ആര് നീതി പാലിക്കും? മുഹമ്മദ് നബി നീതി പാലിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്ത് മറ്റാരാണ് നീതി പാലിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പ്രതിവചിച്ചു. മറ്റാർക്കെങ്കിലും ഭൂമിയിൽ ഫമൻ യുതിഉല്ലാഹ ഇദാ അസൈതുഹു, ഞാൻ അള്ളാഹുവിനെ ധിക്കരിച്ചാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ വേറെ ആരനുസരിക്കും? അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു. അപ്പൊ നബി തന്നെ നന്മയോടും നീതിയോടും നിരക്കാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വാദിക്കുക എന്നുള്ളത് ഖവാരിജികളുടെ സ്വഭാവമാണ്. ഇയാളാണ് ഒന്നാമത്തെ ഖാരിജി. ഇയാളുടെ പിന്മുറക്കാരിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു, ഇന്ന മിൻ ലിഇ ഹാദാ ഖൗമൻ യഖറഊനൽ ഖുർആന ലാ യുജാവിസു ഹനാജിറഹും, ഇവന്റെ പരമ്പരയിൽ, ഇവന്റെ പിൽക്കാലത്ത്, ഇവന്റെ സന്താന പരമ്പരയിൽ ഇവനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ജനതയുണ്ട്. അവർ നന്നായിട്ട് ഖുർആൻ ഓതും, പക്ഷെ അത് പാരായണത്തിൽ മാത്രമേ ഉള്ളൂ, അണ്ണാക്കിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയില്ല. യംറുഖൂന മിനൽ ഇസ്ലാമി മുറൂഖ സഹ്മി മിനർ റമിയ, ഒരു ഇരയിലേക്ക് എയ്തുവിട്ട അമ്പ്
ആ ഉരുവിൽ തറച്ച് തുളച്ചു കയറി പുറത്തേക്ക് പോകുന്നത് പോലെ ഇവൻ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞു. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, ഇവർ മുസ്ലിങ്ങളെയാണ് കൊല്ലുക. നബിയാണല്ലോ ഇവരുടെ ഒന്നാമത്തെ എതിരാളി. സ്വാഭാവികമായും മുസ്ലിങ്ങളോടും സ്വഹാബികളോടും ഒക്കെ ശത്രുത വെച്ച് പുലർത്തും. വയദഊന അഹ്ലൽ ഔസാൻ, വിഗ്രഹാരാധകരും ശിർക്ക് ചെയ്യുന്നവരും സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും അതൊക്കെ ഇവർക്ക് നിസ്സാരമാണ്. അവരെ ഇവർ വെളുപ്പിക്കും. തൗഹീദിന്റെ ആളുകളെ ഇവർ വിരട്ടും, അവർക്കെതിരെ ശത്രുത പ്രഖ്യാപിക്കും. ലഇൻ അദ്റക്തുഹും ലഅഖ്തുലന്നഹും ഖത്ല ആദിൻ, ഞാൻ അവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ ആദ് ജനതയെ അള്ളാഹു നശിപ്പിച്ചതുപോലെ നശിപ്പിച്ചു കളയും, കൊന്നുകളയും എന്ന് പറഞ്ഞാൽ വധശിക്ഷ അർഹിക്കുന്ന ഒരു സമൂഹമാണ് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഖവാരിജുകൾ. എന്തെല്ലാം നമ്മൾ ഈ ചെറിയൊരു പ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. ഖവാരിജുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തൗഹീദിന്റെ ആളുകളെ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ, കക്ഷിത്വത്തിന്റെ പേരിൽ വെറുക്കും. ഇസ്ലാമിനെ വെറുക്കും, മുസ്ലിങ്ങളെ വെറുക്കും. അവരുടെ പോരാട്ടം ഇസ്ലാമിക രാജ്യങ്ങളോടാണ്, സൗദി അറേബ്യയോടാണ്, അതേപോലെ GCC-യോടാണ്. അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഐസിസ്, ദാഇഷ് പോലുള്ള വിഭാഗങ്ങൾ, ലഷ്കർ-ഇ ത്വയ്ബയെ പോലെ, അൽ ഖായിദയെ പോലെ മുസ്ലിം ഭരണാധികാരികൾക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾ. അപ്പൊ മുസ്ലിങ്ങൾക്കെതിരെ ഇവർ തുനിയും. അവരുടെ ചിലപ്പോൾ ന്യൂനതകൾ ഉണ്ടാകും ഭരണാധികാരികൾക്ക്. എന്നാൽ അടിസ്ഥാനപരമായി വ്യക്തമായ കുഫർ ഭരണാധികാരികളിൽ പ്രത്യക്ഷമാകുന്നതുവരെ ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ ഇസ്ലാമിക രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് പാടുള്ളതല്ല. എന്നാൽ തൗഹീദിനെ സംരക്ഷിക്കുന്ന, ലോകത്തെ ഏറ്റവും ഒന്നാം നിരയിൽ നിൽക്കുന്ന സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളെ അവർ കുഫറിന്റെ ആളുകളാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ദാഇഷ്, ഐസിസ് പോലുള്ള ഖവാരിജുകൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇസ്ലാമിന്റെ ആളുകൾ നീതി പാലിക്കുന്നില്ല, കുഫറിന്റെ ആളുകൾ അവർക്ക് പ്രശ്നമല്ല. ശരിക്കും കുഫറിനെതിരെ തൗഹീദിന്റെ ദഅവത്തുമായി വരേണ്ടവരാണവർ, കുഫറിനെതിരെ സംഘടിക്കേണ്ടവരാണവർ, കുഫറിനെതിരെ ആയുധമെടുക്കേണ്ടവരാണവർ, കുഫറിനെതിരെ പോരാട്ടം നടത്തേണ്ടവരാണവർ. എന്നാൽ കുഫറിന്റെ ആളുകളെ വിട്ടുകളയുകയും തൗഹീദിന്റെയും ഇസ്ലാമിന്റെയും ആളുകളെ കാഫറാക്കുകയും അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയും അവരെ ഇസ്ലാമിന്റെ പുറത്തു നിർത്തുകയും അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ, തൗഹീദിന്റെയും സലഫിയത്തിന്റെയും ആളുകളെ പുറത്താക്കുകയും ബിദ്അത്തിന്റെയും കുഫറിന്റെയും ശിർക്കിന്റെയും ആളുകളെ പരിഗണിക്കുകയും ചെയ്യുന്ന സ്വഭാവം അത് ഖവാരിജിയത്തിന്റെ ലക്ഷണമാണ് എന്ന് വളരെ വ്യക്തമായി പണ്ഡിതന്മാർ ഈ ഹദീസുകളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, സയകൂനു ഫി ഉമ്മത്തി ഇഖ്തിലാഫുൻ വഫുർഖ, എന്റെ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഖൗമുൻ, അതിലൊരു ജനതയുണ്ട്, യുഹ്സിനൂനൽ ഖീല വയുസീഊനൽ ഫിഅൽ, അവരുടെ വർത്തമാനങ്ങളൊക്കെ നല്ലതാണ്, പ്രവർത്തനങ്ങൾ മോശമാണ്. യഖ്റഊനൽ ഖുർആൻ ലാ യുജാവിസു തറാഖിയഹും, അവർ ഖുർആൻ ഓതും പക്ഷേ തൊണ്ടക്കുഴിയിൽ നിന്നത് വിട്ടുകിടക്കുകയില്ല. യഹ്ഖിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹിം, സത്യവിശ്വാസികളുടെ നിസ്കാരത്തിന്റെ കൂടെ അവരുടെ നിസ്കാരം കണ്ടാൽ സത്യവിശ്വാസികളുടെ നിസ്കാരം നിസ്സാരമായി തോന്നും. എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെക്കാളും നന്നായി അവർ നിസ്കരിക്കും. വസിയാമഹു മഅ സിയാമിഹിം, അവരുടെ നോമ്പിനോടൊപ്പം നമ്മുടെ നോമ്പുണ്ടല്ലോ അത് നിസ്സാരമായി തോന്നും. യംറുഖൂന മിനദ്ദീനി മുറൂഖ സഹ്മി മിനർ റമിയ, നേരത്തെ ഞാൻ പറഞ്ഞ വാചകങ്ങൾ തുടരുന്നു ഈ റിപ്പോർട്ടിലും. ഒരു ഉരുവിൽ അമ്പ് തറച്ച് തുളച്ചു കയറി പുറത്തേക്ക് പോകുന്നത് പോലെ ഇസ്ലാമിനകത്തേക്ക് കടന്നു വന്നിട്ട് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന, ഇസ്ലാമിനെ കുറിച്ച് വ്യക്തമായ പരിജ്ഞാനമില്ലാത്ത, ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ വധശിക്ഷ അർഹിക്കുന്ന ഒരു സമൂഹമാണ് ഇവർ എന്ന് കാണാൻ സാധിക്കും. യാ റസൂലല്ലാഹ് മാ സീമാഹും, അവരുടെ അടയാളം എന്താണ്? അത്തഹ്ലീഖ്, തലമുണ്ടനം ചെയ്യുക. ഇവര് തലമുണ്ടനം ചെയ്യുന്നത് ഒരു യോഗ്യതയായി കൊണ്ട് നടക്കും. ഇസ്ലാം തല മൊട്ടയടിച്ച് നടക്കുന്നതിന് ഒരു പുണ്യവും കൽപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വളർത്തിയിട്ടുണ്ട്, സ്വഹാബികൾ മുടി വളർത്തിയിട്ടുണ്ട്, ചിലർ കൂടുതലായി വളർത്തിയിട്ടുണ്ട് എന്നല്ലാതെ മൊട്ടയടിക്കുക എന്നത് ആരാധനാ സന്ദർഭങ്ങളിൽ മാത്രമാണ്. ഉംറയുടെയും ഹജ്ജിന്റെയും സന്ദർഭങ്ങളിലല്ലാതെ, അതേപോലെ കുട്ടികൾ ജനിച്ചാൽ 7-ാം ദിവസം തലമുടി കളയുക എന്നല്ലാതെ സാധാരണ ഒരു മഹത്വത്തിന്റെയും ഇസ്ലാമിന്റെയും ലക്ഷണമായി തലമുടി കളയുക എന്ന ഒരു സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഏതായിരുന്നാലും ഇവർ ശക്തമായി തീവ്രമായി ഇബാദത്തുകൾ ചെയ്യുന്നവരും ഖുർആൻ ഓതുന്നവരും ദിക്റുകളിലായിരിക്കുന്നവരും ആണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ വലിയ ആളുകളാണെന്ന് കരുതും. പക്ഷേ ഇവർക്ക് ആഴത്തിൽ അറിവുണ്ടാവുകയില്ല. ഖുർആനെയും സുന്നത്തിനെയും തള്ളുന്നവരായിരിക്കും. ഇവരുടെ പ്രത്യക്ഷമായ അടയാളം ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെയും ഭരണാധികാരികൾക്കെതിരെയും പുറപ്പെടും.
ഞാൻ പറഞ്ഞു, വ്യക്തമായ കുഫർ കാണാത്ത കാലത്തോളം ഒരു ഭരണാധികാരിക്കെതിരെ പ്രസ്താവനകൾ നടത്താനോ അവർക്കെതിരെ ആളുകളെ സംഘടിപ്പിക്കാനോ പുറപ്പെടാനോ മുസ്ലിങ്ങൾക്ക് പാടുള്ളതല്ല. രാജ്യത്ത് അരാജകത്വം ഉണ്ടാകുന്നത് അത്ര വലിയ തീവ്രവാദമാണ്. ഇന്ന് തീവ്രവാദ സ്വഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇസ്ലാമിക കക്ഷികളെല്ലാം ഖവാരിജുകളുടെ വ്യതിയാനങ്ങളിലൂടെ സഞ്ചരിക്കുന്നവരാണ്. ഏറ്റവും ഒടുവിൽ ഐസിസ് എന്നറിയപ്പെടുന്ന ദാഇഷ് എന്നറിയപ്പെടുന്ന ഇറാഖിലും സിറിയയിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ നടക്കുന്ന ഐസിസ് എന്ന് പറയുന്ന ടീം അവർ ഖവാരിജുകളുടെ പിന്മുറക്കാരാണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമായി ചൂണ്ടിക്കാട്ടി. സലഫികളാണ് അവരുടെ തോന്നിവാസങ്ങളും അവരുടെ ഖവാരിജിയത്തും അവരുടെ തീവ്രവാദവും ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് എന്ന് കാണാൻ സാധിക്കും. രണ്ടാമതായി ഖവാരിജുകളുടെ ഏറ്റവും വലിയ ഒരു വ്യതിയാനം അവർ സ്വഹാബികളെ തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ നാട്ടിലുണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശമായി പറയുന്നവർ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശമായി പറയുന്നവർ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോശമായി പറയുന്നവർ, ഇങ്ങനെ സ്വഹാബികളിൽ കുഫർ ആരോപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഖവാരിജുകളുടെ സ്വഭാവമാണ് എന്ന് കാണാൻ സാധിക്കും. സ്വഹാബികൾ അവർ കാഫറാക്കും. സുഫീൻ യുദ്ധം നടന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ യാദൃശ്ചികമായി രണ്ടു ചേരിയിൽ പോരാട്ടം നടന്നുപോയതാണ്. ആ രണ്ടു ചേരിയിലുള്ളവരെയും അള്ളാഹുവിന്റെ റസൂൽ പ്രശംസിച്ചിട്ടുണ്ട്. നേരത്തെ പ്രവചിച്ച ഒരു സംഭവമാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ തന്നെ അവർ കലഹിക്കുമ്പോൾ എന്റെ പേരക്കുട്ടി വന്ന് അവർക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. ആ രണ്ടു കൂട്ടരിൽ ഏറ്റവും ഹക്കിനോട് അടുത്തവരാരാണോ അവർ പോരാട്ടത്തിൽ വിജയിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്തും മുആവിയ റളിയല്ലാഹു അൻഹു മറ്റൊരു ഭാഗത്തും സുഫീനിൽ നേർക്ക് നേരെയുള്ള യുദ്ധമായിരുന്നില്ല. മറുപക്ഷത്ത് അലിയാണെന്നോ ഇപ്പുറത്ത് മുആവിയാണെന്നോ പരസ്പരം അറിഞ്ഞുകൊണ്ട് അധികാരത്തിന് വേണ്ടി പോരാട്ടം നടത്തിയെന്ന് ഷിയാക്കളും അതേപോലെ തന്നെ ഇഖ്വാനികളും ഒക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ ആ നിലക്കുള്ള ഒരു പോരാട്ടമായിരുന്നില്ല. നേരെ മറിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഘാതകർക്കെതിരെ പ്രതികാരമെടുക്കുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷമാണ് അടുത്ത ഖലീഫക്ക് ബൈഅത്ത് എടുക്കേണ്ടത് എന്ന സ്വാഭാവികമായി അഭിപ്രായ വ്യത്യാസത്തിന് പഴുതുള്ള ഒരു വിഷയം അതിന്റെ പേരിൽ രണ്ട് കക്ഷികളായി പോയി എന്നല്ലാതെ അടുത്ത ഖലീഫ ആരാകണം എന്നതിനു വേണ്ടിയുള്ള പോരാട്ടമല്ല. മുആവിയ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും വ്യക്തിപരമായി നടത്തിയ പോരാട്ടമല്ല. എന്നാൽ ഇതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സ്വഹാബികൾ അധികാരമോഹികളാണ് എന്ന് പറയുകയും പ്രത്യേകിച്ച് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം ഇകഴ്ത്തി കാണിക്കുകയും ഒക്കെ ചെയ്ത ഒരു സന്ദർഭമുണ്ടായി. ഈ രംഗത്ത് ഒരു കൂട്ടർ മസ്ലഹത്തിന്റെ ആളുകളായി പ്രത്യക്ഷപ്പെട്ടു. ഇവർ രണ്ടു കൂട്ടത്തിലുമുള്ളവരല്ല. അവര് കുന്തമുയർത്തിപ്പിടിച്ച് ഖുർആനിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഖുർആനിലേക്ക് മടങ്ങണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഈമാനുള്ളവർ, നിങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ തർക്കം വന്നാൽ എന്ത് ചെയ്യണം? പ്രമാണങ്ങളിലേക്ക് മടങ്ങണം എന്നതിനു വേണ്ടിയാണ് ഖുർആൻ ഉയർത്തി കാണിക്കുന്നത്. കുന്തത്തിൽ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് കാണിച്ചതും മുസ്ലിങ്ങൾ കലഹിക്കാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. വഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, തർക്കമുണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്ന ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ അവിടെ യോജിച്ചു. സുഫീൻ യുദ്ധത്തോടുകൂടി രണ്ട് കക്ഷികളും ഒന്നായി മാറി. എങ്ങനെ ഒന്നായി? അവർ പ്രമാണത്തിലേക്ക് വന്നു, യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി. പക്ഷേ മുസ്ലിങ്ങൾ ഭിന്നിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കക്ഷി പുറത്തുണ്ട്, അത് ഖവാരിജുകളാണ്. അവർ പറഞ്ഞു, ഇങ്ങനെ ഏതെങ്കിലും ഒരു മസ്ലഹത്തിലേക്ക്, ഒരു ദുനിയാവിലെ വിധിയിലേക്ക് നിങ്ങൾ വന്നത് ശരിയായില്ല. വിധികർത്തൃത്വം അല്ലാഹുവിന് മാത്രം. ഇന്നിൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധികർത്താവ് അള്ളാഹുവിന് മാത്രം. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ വിധികർത്താക്കളാക്കിയത് ശരിയായില്ല എന്ന ഒരു തെറ്റായ വ്യാഖ്യാനം അവതരിപ്പിച്ചുകൊണ്ട് ഖവാരിജുകൾ രംഗത്ത് വന്നു. ഇന്നിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്നുള്ളത് ഖുർആനിലെ ആയത്താണ്. അത് കലിമത്തു ഹഖിൻ, ശരിയായ വാക്യമാണ്. പക്ഷെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉരീദ ബിഹാ ബാത്തിൽ, ഖവാരിജുകൾ അതുകൊണ്ട് ബാത്തിലാണ് വെച്ചത്. നമ്മുടെ നാട്ടിലെ മതരാഷ്ട്ര ചിന്ത വെച്ചു പുലർത്തുന്നവരൊക്കെ ഖവാരിജുകളുടെ ഇതേ രീതിയിൽ വ്യതിയാനത്തിലേക്ക് പോയവരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികൾ കുഫറിലേക്ക് പോയി എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. മനുഷ്യർക്കിടയിലുണ്ടായ പ്രശ്നത്തിൽ മനുഷ്യരെ തന്നെ വിധികർത്താക്കളായി സ്വീകരിക്കുക വഴി അവർ കാഫറായി. ആര്? അലി റളിയല്ലാഹു അൻഹു കൂട്ടരും കാഫറായി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മുആവിയ റളിയല്ലാഹു അൻഹു കൂട്ടരും കാഫറായി എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബികളിൽ കുഫർ ആരോപിച്ച് കടന്നു വന്നവരാണ് ഖവാരിജുകൾ. അതുകൊണ്ട് സ്വഹാബികളെ കുഫർ ആരോപിക്കുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. സ്വഹാബികളെ കുറിച്ച് അന്യായമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന മതരാഷ്ട്രവാദികളെയും തീവ്രവാദികളെയും നന്നായി സൂക്ഷിക്കണമെന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മൂന്നാമതായി ഇവർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു കുഴപ്പം, ഇവർ വൻകുറ്റങ്ങൾ ചെയ്തവരൊക്കെ അനശ്വരമായി നരകത്തിലാണ് എന്ന് പറഞ്ഞു. അതായത് തെറ്റ് ചെയ്യുന്ന ആളുകൾ, തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ ദുനിയാവിൽ കൃത്യമായി ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. പ്രത്യേകിച്ചും ഇസ്ലാമിക ഭരണമില്ലാത്ത രാജ്യങ്ങളിൽ, നമ്മുടെ നാട് പോലുള്ള ഇസ്ലാമികേതര രാഷ്ട്രങ്ങളിൽ നമുക്ക് ഇസ്ലാമികമായ ശിക്ഷാരീതികൾ നടപ്പാക്കാൻ സാധിക്കുമോ? സാധ്യമല്ല.
അതൊരു പോരായ്മയല്ല. പണമുള്ളവനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അധികാരമുള്ളവനാണ് ഭരണകൂടത്തിന് ശിക്ഷ നടപ്പാക്കേണ്ടത്. അല്ലാതെ സമാന്തര ഭരണകൂടങ്ങളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കി നമ്മൾ തന്നെ എന്ത് ചെയ്യുക? ഇവിടെ പ്രതികാര നടപടികളോ അല്ലെങ്കിൽ പ്രതിക്രിയാ നടപടികളോ സ്വീകരിക്കാൻ മുസ്ലിങ്ങളെ അനുവദിച്ചിട്ടില്ല. സമാധാനം കൈക്കൊള്ളേണ്ടിടത്ത് ഇസ്ലാമികേതരമായ ഭരണകൂടത്തിന് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് അത്തരം ഭരണകൂടങ്ങളോട് ഇടപെടേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതല്ലാത്ത വിഷയത്തിൽ ഇസ്ലാമികേതര ഭരണകൂടങ്ങളോട് സഹകരിക്കേണ്ട സാഹചര്യം വരും. നമ്മുടെ രാജ്യമൊക്കെ അതിന് ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മക്ക രാജ്യത്ത് അപ്രകാരമാണ് ജീവിതം നയിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ പണയം വെക്കുകയില്ല. ആദർശത്തെ പണയം വെക്കാതെ ഒരുപക്ഷെ ഇസ്ലാമികേതര ഭരണകൂടങ്ങളുമായി സഹകരിക്കാവുന്ന വിഷയങ്ങൾ സഹകരിക്കേണ്ടി വരും. പക്ഷേ ഇസ്ലാമികേതരമായ എല്ലാ ഭരണ സംവിധാനങ്ങളുടെയും അടിസ്ഥാനം അത് കുഫറാണ് എന്ന ബോധ്യത്തോടുകൂടെ തന്നെയാണ് അവർ മുന്നോട്ട് പോവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ കാണുന്നത് അതല്ല. പലപ്പോഴും അവർ ഇത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും വലിയ കുറ്റങ്ങൾ ചെയ്താൽ അവർ ഇസ്ലാമിലേക്ക് ഒരിക്കലും തിരിച്ചു വരികയില്ലെന്നും മുർത്തദ്ദുകളാണെന്നും അനശ്വരമായി നരകത്തിലാണ് എന്ന് പറയും. ഇപ്പൊ കള്ളു കുടിക്കുക എന്നുള്ളത് വൻകുറ്റമാണ്. ഇസ്ലാമിന്റെ ഹുക്കം എന്താണ്? കള്ളു കുടിച്ചാൽ അള്ളാഹു ശിക്ഷിക്കും. ചിലപ്പോൾ അവൻ മാപ്പ് ചോദിച്ചാൽ അള്ളാഹു തൗബ നൽകും. തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കും. സ്വീകരിച്ചെന്നും സ്വീകരിച്ചില്ലെന്നും വരും. അത് മശീഅത്തിൽപ്പെട്ടതാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, ശിർക്ക് ചെയ്യുക എന്നത് അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കിൽ താഴെയുള്ള കുറ്റങ്ങൾ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ശിർക്കല്ലാത്ത ഏത് തെറ്റും അള്ളാഹു മാപ്പ് കൊടുക്കും. ചിലപ്പോ നരകത്തിൽ കുറച്ചു കാലം ശിക്ഷ കൊടുത്തതിന് ശേഷം അവനെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. പക്ഷെ ശിർക്കോടുകൂടി മരണപ്പെട്ട, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുകയും അള്ളാഹു അല്ലാത്തവരിൽ ഭരമേൽപ്പിക്കുകയും അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനയുടെ ഇനങ്ങൾ സുജൂദും റുക്കൂവും ഒക്കെ അർപ്പിക്കുകയും ചെയ്യുന്ന ആര് ലോകത്തുണ്ടോ അത്തരം ആളുകൾ അങ്ങനെ തന്നെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ ഒരിക്കലും അള്ളാഹു അവർക്ക് മാപ്പ് നൽകുകയില്ല. അവരുടെ ഒരു കർമ്മത്തിനും നന്മക്കും അള്ളാഹു പ്രതിഫലം നൽകുകയില്ല. അള്ളാഹു അവരെ സ്വർഗത്തിലാക്കുകയില്ല. കാരണം എന്താണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, ശിർക്ക് വെക്കപ്പെടുക എന്നത് അള്ളാഹു ഒരിക്കലും മാപ്പ് നൽകുകയില്ല. അതിന് കീഴെയുള്ള വ്യഭിചാരമാകട്ടെ, കൊലപാതകമാകട്ടെ, മദ്യപാനമാകട്ടെ, അതിന് അള്ളാഹു ശിക്ഷ കൊടുത്തതിനു ശേഷമെങ്കിലും അവരെ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. കാരണം എന്താ? വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കിന് താഴെയുള്ളത് പുറത്തു തരും. എന്നാൽ നമ്മുടെ ഈ തീവ്രവാദ സ്വഭാവമുള്ള ഐസിസ് ആദി തീവ്രവാദികളൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? വൻകുറ്റങ്ങൾ ചെയ്തവരൊക്കെ ശിർക്ക് ചെയ്തവരെ പോലെ തന്നെ കാഫറാണ്. ഇതാണ് ഖവാരിജികൾക്ക് സംഭവിച്ച മറ്റൊരു ഗുരുതരമായ വ്യതിയാനം എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ഖാല റജുലു ലി അഖീഹി യാ കാഫിർ, ഒരു മനുഷ്യൻ തന്റെ സഹോദരനോട് എടോ കാഫിറെ എന്ന് പറഞ്ഞാൽ ഫഖദ് ബാഅ ബിഹാ അഹദഹുമാ, അത് ഏതെങ്കിലും ഒരാളിലേക്ക് തീർച്ചയായിട്ടും ആ കുഫർ മടങ്ങും. ഒന്നുകിൽ കാഫിറെ എന്ന് വിളിച്ചവൻ കാഫറാവും, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവൻ കാഫറാവും. കാഫർ അല്ലാത്ത ഒരാളെ കാഫർ എന്ന് വിളിക്കാൻ പാടില്ല. കാഫറായ ഒരാളെ മുഅ്മിനായി പരിചയപ്പെടുത്താനും പാടില്ല. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, കാഫിർ അല്ലാത്ത ഒരുത്തനെ കാഫിർ എന്ന് വിളിച്ചാൽ കുഫർ വിളിച്ചവനിലേക്ക് മടങ്ങുമെന്നുള്ളതാണ് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം വൻകുറ്റങ്ങളെല്ലാം അനശ്വരമായി നരകം നിശ്ചയിക്കപ്പെടുന്നുവെന്നും അതുകൊണ്ട് വൻകുറ്റങ്ങൾ ചെയ്തവരൊക്കെ കാഫറുകളാണ് എന്നും അള്ളാഹുവിന്റെ വിധി മാത്രം സ്വീകരിക്കേണ്ടതിനു പകരം സൃഷ്ടികളുടെ വിധി സ്വീകരിക്കുക വഴി അലി റളിയല്ലാഹു അൻഹു കാഫറായിട്ടുണ്ട്, മുആവിയ റളിയല്ലാഹു അൻഹു കാഫറായിട്ടുണ്ട്, അവരുടെ കൂടെ കൂടിയവരും കാഫറായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ അവരുടെ കൂട്ടത്തിൽ ദീനുള്ളവരെ, പക്വതയുള്ളവരെ വിധികർത്താവാക്കുക എന്നത് ഇസ്ലാമിനെതിരാണോ? അല്ല. ഇവർക്ക് ദീൻ അറിഞ്ഞുകൂടാ. ഇതാണ് ഖവാരിജികളുടെ ഏറ്റവും വലിയ കുഴപ്പം. അവർ ദീന് പഠിക്കുമല്ലോ, വൈകാരികത മാത്രമുണ്ട്. എടുത്ത് ചാടിയിട്ട് ഫാഷിസ്റ്റുകളെയും ശത്രുക്കളെയും ഇസ്ലാമിന്റെ എതിരാളികളെയും ഒക്കെ തകർക്കണം. പക്ഷെ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഞാൻ എങ്ങനെ ജീവിക്കണം അതവൻ അറിഞ്ഞുകൂടാ. തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. സുന്നത്തും ബിദ്അത്തും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ബിദ്അത്തുകൾക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തുമ്പോൾ എന്തിനാ നിങ്ങൾ മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുന്നത് ചോദിക്കും. ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്കിനെതിരെ വ്യക്തമായി പ്രബോധനം നടത്തുമ്പം ആദ്യം ഇവിടെ തലയുണ്ടാകട്ടെ, എന്നിട്ടല്ലേ ശിർക്ക് വേണോ തൗഹീദ് വേണോ എന്ന് നോക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ സംസാരം ഇത് ഖവാരിജികളുടെ ലൈനിൽ നിന്ന് വരുന്ന സംസാരമാണ്. ഖുർആൻ പറഞ്ഞു, ഫബഅസു ഹക്കമൻ മിൻ അഹ്ലിഹി വഹക്കമൻ മിൻ അഹ്ലിഹാ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിയാൽ രണ്ടു കൂട്ടരിൽ നിന്നും ഓരോ മധ്യസ്ഥന്മാരെ, ഓരോ വിധികർത്താക്കളെ നമ്മൾ കൊണ്ടുവരണം.
ഖുർആൻ മധ്യസ്ഥത പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മധ്യസ്ഥത സ്വീകരിച്ച് അള്ളാഹുവിന്റെ ഹുക്കുമിന് പകരം നിങ്ങൾ മധ്യസ്ഥരായി സ്വീകരിച്ച ആളുകളുടെ ഹുക്കുമ് സ്വീകരിക്കുക വഴി കാഫിറായി പോയി എന്ന കള്ളവാദവുമായി വന്നവരാണ് ഖവാരിജുകൾ എന്ന് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഖുറൈശികളിൽ നിന്നായിരിക്കണം നേതൃത്വം. അൽ അയിമ്മത്തു മിൻ ഖുറൈശ്, അത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തത്വമാണ്. ഈ തത്വം, അതായത് ഖുറൈശികൾ ഉള്ള കാലത്തോളം മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് ഖുറൈശികളായിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഖുറൈശികൾ അല്ലാത്തവർക്ക് നേതൃത്വത്തിൽ വരാൻ അനുവാദമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഖവാരിജുകൾ. അത് നമുക്ക് നേർക്കുനേരെ ബാധകമായ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഖവാരിജുകളുടെ കൂട്ടത്തിൽ നജിദാത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾക്ക് നേതൃത്വം തന്നെ വേണ്ടതില്ല എന്ന വാദക്കാരാണ്. മുസ്ലിങ്ങൾക്ക് ഒരു ഉമ്മത്ത്, ഒരു ഭരണാധികാരി തന്നെ ഉണ്ടായിരിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. അതൊന്നും അഹ്ലുസുന്നയുടെ അഖീദയോട് യോജിക്കുന്നില്ല എന്ന് മാത്രമാണ്. മറ്റൊന്ന്, ഖുർആനിലെ നിയമങ്ങളോ ഹദീസിന്റെ നിയമങ്ങളോ അവനവന്റെ ബുദ്ധി അനുസരിച്ച് മാറ്റുരച്ചു നോക്കി തീരുമാനമെടുക്കുക, വിധി പറയുക എന്ന രീതി ഖവാരിജുകൾക്കുണ്ട്. എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്തൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല. നമ്മൾ അക്കലാനികൾ എന്ന് പറയും. അക്കലിന്റെ അടിസ്ഥാനത്തിൽ ദീനിനെ വിലയിരുത്തുക, അത് ഈ ഖവാരിജുകളുടെ രീതിയാണ്. അവർ പറഞ്ഞു, വ്യഭിചാരികൾ എറിഞ്ഞുകൊല്ലുന്നത് ശരിയല്ല, ഖുർആനിൽ നമ്മളത് കാണുന്നില്ല, എറിഞ്ഞുകൊല്ലുക, അതുകൊണ്ട് എറിഞ്ഞുകൊല്ലാൻ പാടില്ല. അങ്ങനെ പലതും ഇസ്ലാമിലെ പല നിയമങ്ങളും അവർ തെറ്റിച്ചു. ഖവാരിജുകളിലെ അജാരിദ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അജാരിദ, ആ വിഭാഗം പറയുന്നത് സൂറത്ത് യൂസുഫ് എന്ന ഒരു സൂറത്ത് തന്നെ ഖുർആനിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. കാരണം അതൊരു പ്രേമകഥയാണ്. പ്രേമകഥയൊന്നും ഖുർആന് ചോദിച്ചാൽ അവരുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ സൂറത്ത് യൂസുഫ് നമുക്ക് മാറ്റിവെക്കണം, അത് ഖുർആൻ ആയത്ത് പോലെ ഓതാൻ പാടില്ല, അത് അബദ്ധവശാൽ കടന്നുകൂടിയതാണ്. ഇങ്ങനെയുള്ള അതിരുവിട്ട വാദങ്ങൾ വരെ ചില കാലഘട്ടങ്ങളിൽ ഖവാരിജുകൾ വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എവിടെയാണെന്നറിയാമോ? അഖ്ല് കൊണ്ട് വ്യാഖ്യാനിക്കുക, ബുദ്ധി കൊണ്ട് ഖുർആനെ വ്യാഖ്യാനിക്കുക. നമ്മുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളുന്നത് മാത്രമാണോ സ്വീകരിക്കുക? അപ്പൊ നമുക്ക് ഹുഫമേൽ തടവുന്ന ഒരു നിയമമുണ്ട്. ലളിതമായി പറഞ്ഞാൽ, എപ്പോഴാ ഹുഫമേൽ തടവ്? ഒരാൾ ഹുഫ ധരിച്ചു കഴിഞ്ഞാൽ, നിര്യാണി മറയുന്ന ചെരുപ്പിട്ട് കഴിഞ്ഞാൽ, ഷൂ ഇട്ട് കഴിഞ്ഞാൽ, ഹുഫ ധരിച്ചു കഴിഞ്ഞാൽ അയാൾ വുളൂയോടുകൂടിയാണ്, ശുദ്ധിയോടുകൂടിയാണ് ആ ഹുഫ ധരിച്ചതെങ്കിൽ നാട്ടുകാരൻ ഒരു ദിവസം മുഴുവൻ എന്ത് ചെയ്യേണ്ട? വുളൂ എടുക്കുമ്പോഴൊക്കെ ഈ ഹുഫ അഴിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ മുകളിൽ മാത്രം ഒരു തവണ തടവിയാൽ മതി. വെള്ളം ഒന്ന് ജസ്റ്റ് തൊടുക, ഒരൊറ്റ തൊടൽ കൊണ്ട് തന്നെ രണ്ട് ഹുഫയുടെ മുകൾ ഭാഗം. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനമെടുക്കുന്നെങ്കിൽ ഞങ്ങൾ ഹുഫയുടെ മുകളിലല്ല തടവുക. താഴെയല്ലേ ചളിയും മണ്ണൊക്കെ വരിക, താഴെയാണ് തടവുക. അപ്പൊ ബുദ്ധിയുടെ അടിസ്ഥാനത്തിലല്ല നിയമം. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഹുഫന്റെ മുകളിൽ തടവാനാണ്, താഴെ തടവാനല്ല. അതും ഒരു തവണ തടവാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ സ്വന്തം ബുദ്ധിയോട് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇസ്ലാമിലെ നിയമമായി സ്വീകരിക്കൂ എന്നുള്ള ഒരു നിലപാട് അതിന്ന് വലിയ വിഭാഗം മുസ്ലിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ഒരുപാട് വിഷയം എനിക്കത് ബോധ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഇസ്ലാമിൽ അങ്ങനെ നിയമമുണ്ടാകും. ചെറിയ ചെറിയ വിഷയങ്ങളാണെന്ന് കരുതുന്ന വിഷയങ്ങൾ പോലും, മീശ വെട്ടാനോ താടി വളർത്താനോ കൽപ്പിച്ചാൽ പോലും അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്ന കാരണം കൊണ്ട് അത്തരം കൽപ്പനകളെ തള്ളിക്കളയും. ചില ആളുകൾ അങ്ങനെ കൽപ്പന ഉള്ളത് അറിയാത്തോണ്ട് ഒഴിവാക്കുന്നവരുണ്ടാവും. അറിഞ്ഞിട്ടും നമുക്ക് അത് എന്തിനാണ് ആ നിയമം എന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് പാലിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നവർ. ഇസ്ലാം സംഗീതം, മ്യൂസിക് ഹറാമാണെന്ന് പഠിപ്പിച്ചു. എന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാത്തത് കൊണ്ട് നല്ല കാര്യത്തിനാണെങ്കിലും സംഗീതം ഉപയോഗിക്കാം. ഇസ്ലാം നല്ല കാര്യത്തിനാണെങ്കിലും ചീത്ത കാര്യത്തിനാണെങ്കിലും സംഗീതം എന്ന സങ്കേതത്തെ തന്നെ ഹറാമാക്കിയിട്ടുണ്ട്. പക്ഷേ പല ആളുകളും എന്താണ്, നല്ല നല്ല ഇസ്ലാമിക ഗാനങ്ങളൊക്കെ നമുക്ക് നല്ല താളവാദ്യങ്ങൾ കൂടി പാടിക്കൂടെ? ഗാനം പാടാം, പക്ഷെ താളവാദ്യങ്ങൾ പറ്റുകയില്ല. പലർക്കും അത് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഇസ്ലാം ഹറാമാക്കിയതിനെ അവന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ആ ഹറാമിനെ സ്വീകരിക്കാതിരിക്കുകയും, ഇസ്ലാം വാജിബാക്കിയതിനെ സ്വന്തം ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് ആ വാജിബിനെ അവഗണിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇത് ഖവാരിജുകളുടേതാണ്. നമ്മൾ വ്യതിയാന കക്ഷികളെ കുറിച്ച് മനസ്സിലാക്കുന്നത് അവരുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഹക്കനെ ഹക്കായി മനസ്സിലാക്കി യഥാർത്ഥ രൂപത്തിൽ പിന്തുടരുന്ന സച്ചരിതരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമർ ഇബ്നുൽ അശ്അജ്, അദ്ദേഹത്തിൽ നിവേദനം, അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു സയഅതി നാസുൻ, തീർച്ചയായും ഇനിയൊരു ജനത വരും, യുജാദിലൂനകും ബിശുബ്ഹാത്തിൽ ഖുർആൻ, ഖുർആനിന്റെ ശുബ്ഹത്തുകൾ, ആശയക്കുഴപ്പങ്ങളെ കുറിച്ച് അവർ നിന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കും. ഖുർആനിൽ ചില ശുബ്ഹത്ത്, ആശയക്കുഴപ്പത്തിന് പഴുതുള്ള ചില വിഷയങ്ങളുണ്ട്, അതിലവർ നിന്നോട് തർക്കിച്ചുകൊണ്ടിരിക്കും. ഫഖുദൂഹും ബിസ്സുനൻ, അപ്പോൾ നീ അവരെ സുന്നത്ത് കൊണ്ട് പിടിക്കണം. ഫഇന്ന അസ്ഹാബ സുനനി,
സുന്നത്തിന്റെ ആളുകളാണ് അഅലമു ബി കിതാബില്ല, ഖുർആൻ നന്നായി അറിയുന്നവർ. അപ്പൊ ഖുർആൻ മാത്രം എടുത്ത് തർക്കിക്കാൻ വരുന്ന ചില ആളുകളുണ്ട്. ഹദീസുകൾ കൊണ്ടാണ് അവർക്ക് മറുപടി കൊടുക്കേണ്ടത്. കാരണം ഖുർആന്റെ വിശദീകരണം എന്താണ്? ഹദീസാണ്. ഖുർആനിൽ ആശയക്കുഴപ്പമുള്ള വിഷയങ്ങൾ ക്ലിയർ ആകുന്നത് എങ്ങനെയാണ്? ഹദീസുകൾ വായിക്കുമ്പോഴാണ്. ചില ആളുകൾ ഹദീസുകൾ അവിടെ വെക്കും, അതവിടെ നിൽക്കട്ടെ, ഖുർആനിൽ എവിടെയുള്ളതെന്ന് പറയും, ഖുർആൻ കൊണ്ട് നിങ്ങൾ സ്ഥാപിക്കും. അങ്ങനെ എനിക്ക് ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ഒരു ജനത അവസാന കാലത്ത് വരും. ഈ ഖവാരിജുകൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അർസലഹു ഇലൽ ഖവാരിജ്. അലി റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനെ ഖവാരിജുകളിലേക്ക് അയച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഫഖാല ഇദ്ഹബ് ഇലൈഹിം ഫഹാസിംഹും, നീ അവരിലേക്ക് പോയിട്ട് അവരോട് തർക്കിക്കണം, വാദപ്രതിവാദം നടത്തണം. പക്ഷേ വലാ തുഹാജഹും ബിൽ ഖുർആൻ, നീ ഖുർആൻ കൊണ്ട് മാത്രം അവരോട് തർക്കത്തിന് നിൽക്കരുത്. ഫഇന്നഹു ദു വുജൂഹ്, ഖുർആനിന് പല വജഹുകളുണ്ട്, പല നിലക്ക് അതിനെ വിശദീകരിക്കാൻ സാധിച്ചേക്കും. വലാകിൻ ഖാസിംഹും ബിസുന്ന, പക്ഷേ സുന്നത്ത് കൊണ്ട് നീ അവരോട് വാദം നടത്തണം, വാദപ്രതിവാദം നടത്തണം. അങ്ങനെ അലി റളിയല്ലാഹു നിർദ്ദേശപ്രകാരം, അലി റളിയല്ലാഹുവിന്റെ കാലത്താണ് ഖവാരിജുകൾ കൂട്ടത്തോടെ കൊല ചെയ്യപ്പെട്ടത്. അവരെ അലി റളിയല്ലാഹു നെഹ്റുവാനിൽ വെച്ച് നേരിടുകയും 6000-ഓളം വരുന്ന ഖവാരിജുകളുണ്ട്. ആദ്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം അലി റളിയല്ലാഹു നിർദ്ദേശപ്രകാരം അവരിലേക്ക് കടന്നു ചെല്ലുകയും അവരുടെ ഓരോ വാദങ്ങൾക്കും കൃത്യമായി അലി പറഞ്ഞതുപോലെ ഖുർആനിനെ സുന്നത്ത് കൊണ്ട് വിശദീകരിച്ചിട്ട് മറുപടി കൊടുക്കുകയും ചെയ്തു. അവർക്ക് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയടക്കം 4000-ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു, ഖവാരിസം ഒഴിവാക്കിയിട്ട്. ബാക്കി 2000 ആളുകൾ ഉണ്ടായി. ആ ആളുകളോട് പോരാട്ടം നടത്തുകയും ഒരാൾ പോലും ബാക്കിയാകാതെ, ആദിനെ കൊന്നതുപോലെ കൊല്ലണമെന്നല്ലേ, അതേ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൽപ്പന കേട്ടിട്ടുള്ള അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ആളുകളെയും വധിച്ചു കളയുകയും ചെയ്തു. അത് മറ്റൊരു വിഷയമാണ്, ചരിത്രപരമായ ഒരു വിശദീകരണമാണ്. ഞാനിപ്പോൾ ആശയ വ്യതിയാനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി അവരുടെ ചില ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, നന്നായിട്ട് ഖുർആൻ ഓതും, നല്ല നിസ്കാരം ഉണ്ടാവും, നല്ല നോമ്പുണ്ടാവും. നമ്മൾ നേരത്തെ വായിച്ച ഹദീസുകളിൽ ഇതൊക്കെ വന്നിട്ടുണ്ട്. പുറമേക്ക് നല്ല ഇബാദത്തുകൾ കാണുന്നതിൽ നമ്മൾ വഞ്ചിതരായി പോകാൻ പാടില്ല. അവർ ഖുർആനിനെ ആഴത്തിൽ പഠിക്കാത്തവരാണ്, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാത്തവരാണ്, ബുദ്ധിക്ക് യോജിക്കാത്തത് തള്ളിക്കളയുന്നവരാണ്. അത്തരം സ്വഭാവം അവരിൽ വന്നു കഴിഞ്ഞാൽ അത് ഖവാരിജുകളുടെ ലക്ഷണമാണ്. അത് നമ്മിൽ വരാതെ നോക്കണം. മറ്റൊന്ന്, കുഫറിന്റെ ആളുകളോട് അനുഭാവവും, കുഫറും ശിർക്കും ചെയ്യുന്നവരോട് അടുപ്പവും അനുഭാവവും, തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കുന്ന ആളുകളോട് വെറുപ്പും കക്ഷിത്വവും വെച്ച് പുലർത്തുക എന്നുള്ളത് ഖവാരിജുകളുടെ ലക്ഷണമായി പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കുഫറിന്റെ ആളുകളോട് അവർ സമാധാനത്തിൽ വർത്തിക്കും, തൗഹീദിന്റെ ആളുകളോട് അവർ യുദ്ധത്തിന് വേണ്ടി ആയുധമെടുത്ത് പുറപ്പെടുകയും ചെയ്യും എന്നുള്ളത് ഖവാരിജുകളുടെ ഒരു സ്വഭാവമാണ്. മറ്റൊന്ന്, അവർക്ക് നേതൃത്വം കൊടുക്കുന്നവർ ചെറിയവരായിരിക്കും. സിഗാറുൽ അസ്നാൻ, ചെറുപ്രായക്കാർ. സുഫഹാഉൽ അഹ്ലാം, അപക്വമതികളായ ചിന്താഗതിയുള്ളവർ. ഇവർ ഖവാരിജുകളെ, ഐസിസിനെ പരിശോധിച്ചാൽ, തീവ്ര സ്വഭാവമുള്ള ലഷ്കർ ഇ ത്വയ്ബയെ പരിശോധിച്ചാൽ, അതേപോലെ തന്നെ ഹിസ്ബുള്ളയെ പരിശോധിച്ചാൽ, അത്തരം കക്ഷികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നതിൽ ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാർ ഇല്ലേയില്ല. ഖവാരിജുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ചെറിയ ആളുകളെ, വേണ്ടത്ര അറിവില്ലാത്തവരെ, പക്വതയില്ലാത്തവരെ നേതാക്കന്മാർ, അവർക്ക് വൈകാരികത മാത്രം ഉണ്ടാവും, നല്ല വികാരമുണ്ടാകും, നല്ല ആവേശമുണ്ടാകും, വലിയ ശബ്ദങ്ങളുണ്ടാകും. പക്ഷെ പ്രമാണങ്ങൾ അവരുടെ കയ്യിലുണ്ടാവുകയില്ല, അറിവ് അവരുടെ കയ്യിലുണ്ടാവുകയില്ല. അത് അവരുടെ ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് നമ്മൾ കണക്കാക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിശേഷിപ്പിച്ചത് ശർറുൽ ഖൽഖി വൽ ഖലീഖ, ഏറ്റവും നികൃഷ്ടരായ സൃഷ്ടികളെന്ന് ഖവാരിജുകളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ശർറുൽ ഖൽഖി തഹ്ത അദീമിസ് സമ, ആകാശമേലാപ്പിന് കീഴിൽ ഏറ്റവും വൃത്തികെട്ടവർ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. തബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജമിൽ, അതേപോലെ ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജുകളെ വിശേഷിപ്പിച്ചത് മുസ്നദിൽ കാണാം ഖിലാബുന്നാർ, നരകത്തിലെ നായ്ക്കളെന്നാണ് ഐസിസ് പോലുള്ള ഖവാരിജുകളെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ദീനിലേക്ക് വന്നു പുറത്തു പോയവർ, ദീനിൽ നിൽക്കുകയില്ല, ദീനിൽ തങ്ങി നിൽക്കുകയില്ല. ദീനിന്റെ അരികിലുണ്ട്, കാരണം ഖുർആനുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അപ്പൊ ദീനുണ്ടെന്ന് നമ്മൾ കരുതും. എന്നാൽ ദീനിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിശേഷണമാണ്. ഖുർആനിനെ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ പരസ്യമായി തള്ളിക്കളയാനുള്ള ധീരത, ദുർവ്യാഖ്യാനിക്കാനും അതേപോലെ തന്നെ തങ്ങളുടെ ഇച്ഛകൾക്കനുസരിച്ച് ഖുർആനിനെയും ഹദീസിനെയും ഒക്കെ വിശദീകരിക്കാനും ഒക്കെയുള്ള ഒരു ധൈര്യം, ഒരു എടുത്തുചാട്ടം അവരിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം കൂടി കേൾപ്പിക്കുന്നു. അസ്ലാഫുൽ ഖവാരിജി കാനു അഅറാബൻ, ഖവാരിജുകളിൽ ആദ്യകാലക്കാർ വേണ്ടത്ര വിജ്ഞാനമൊന്നുമില്ലാത്ത അഅറാബികളാണ്.
ഖറഉൽ ഖുർആന ഖബല അൻ യതഫഖഹു, അവർ ഖുർആൻ ഓതും പക്ഷെ അത് മനസ്സിലാക്കുകയില്ല. ഫിസ്സുനനി സാബിത്തത്തി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഖുർആനിന് സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വിശദീകരണമുണ്ട് പക്ഷെ അതവർ മനസ്സിലാക്കുന്നില്ല. വലം യകുൻ ഫീഹി അഹദുൻ മിനൽ ഫുഖഹ, അവരിൽ ആഴത്തിൽ അറിവുള്ള ആരും ഉണ്ടാവുകയില്ല. ലാ മിൻ അസ്ഹാബി ഇബ്നു മസ്ഊദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ആരാ ഉള്ളത്? സ്വഹാബികളാണ്. സ്വഹാബികളിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരുണ്ട് പക്ഷെ ഇബ്നു മസ്ഊദിന്റെ ശിഷ്യന്മാരാരും ഖവാരിജുകളിലില്ല. വലാ അസ്ഹാബി അംർ ബിൻ അസ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരില്ല. വലാ അസ്ഹാബി അലി റളിയല്ലാഹു അൻഹുവിന്റെ സാഹിബ് അനുയായികളില്ല. വലാ അസ്ഹാബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യന്മാരില്ല. വലാ അസ്ഹാബി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരില്ല. വലാ അസ്ഹാബ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരില്ല. വലാ അസ്ഹാബ് അബീ ദർദ, വലാ അസ്ഹാബി സൽമാൻ, വലാ അസ്ഹാബി സയ്യിദ് വബിനി അബ്ബാസ് വബിനി ഉമർ. ഇങ്ങനെ സ്വഹാബികളിൽ ആ കാലഘട്ടത്തിൽ ഏതൊക്കെ സ്വഹാബികളുടെ കൂടെയാണോ താബികൾ സംഘടിച്ച് ദീൻ പഠിക്കാൻ വേണ്ടി കൂടിയിരുന്നത്, ആ സ്വഹാബികളുടെ കൂടെ പഠിച്ച താബികളിൽ ഒരാൾ പോലും ഖവാരിജായിട്ടില്ല, ഖവാരിജുകൾ പെട്ടിട്ടില്ല. ഒരു സ്വഹാബി പോലും ഖവാരിജുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ സ്വഹാബികളെയും താബിയങ്ങളെയും തള്ളിക്കൊണ്ടാണ് സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ ഖവാരിജുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രാകൃതമായ സ്വഭാവം അവർ സ്വീകരിച്ചിരുന്നു. അൽ അഅറാബു അശദ്ദു കുഫ്റൻ വനിഫാഖ വഅജ്ദറു അല്ലാ യഅലമു ഹുദൂദ മാ അൻസലല്ലാഹു അലാ റസൂലിഹി എന്ന് ഖുർആനിൽ സൂറത്ത് തൗബയിൽ കാണാം. അഅറാബികളാണ് കുഫ്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശക്തമായ കുഫ്ർ സ്വീകരിക്കുന്നവർ. ഏറ്റവും ശക്തമായ കാപട്യം നിഫാഖ് അഅറാബികൾക്കാണ്. അഅറാബികളെ പോലെ ദീനിന്റെ ആഴമില്ലാത്തവരാണ് ഖവാരിജ് സമൂഹത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് കൊണ്ട് അവർക്ക് എപ്പോഴും ക്രൂരമായ സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ട് മുസ്ലിങ്ങളെ ഒന്നും കൊന്നൊടുക്കിയാൽ അവർക്കൊട്ടും വേദന ഉണ്ടാവുകയില്ല, അതിലൊരു വിഷമം അവർക്ക് തോന്നുകയില്ല. അതുകൊണ്ട് ഖവാരിജുകൾ പ്രത്യക്ഷമായും മതപരമായും അങ്ങേയറ്റ മതപതനത്തിനാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വ്യതിയാന കക്ഷികളെ തിരിച്ചറിയുകയും വ്യതിയാനത്തിന്റെ എല്ലാ സ്വഭാവത്തിൽ നിന്നും പൂർണ്ണമായി പിന്തിരിയാൻ ദീൻ തെളിവുകളിലൂടെ നന്നായി പഠിക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ ഒരു ജ്യേഷ്ഠ സഹോദരൻ 19 വയസ്സായി, എന്നാലും നല്ല ഊർജ്ജസ്വലതയോടുകൂടി ദീനി പഠനത്തിലും പ്രബോധനത്തിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന തൊട്ടടുത്ത പ്രദേശത്തുള്ള മുഹമ്മദ് സാഹിബ്, പെരിന്തൽമണ്ണ പത്തത്ത് മുഹമ്മദ് സാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വേർപാട് മൂലം ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും പകരമായ നേട്ടങ്ങളും നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على إطاعتك. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا أجرنا من النار. وآخر دعوانا أن الحمد لله رب العالمين.